ഇന്ത്യക്ക് ഒരു വമ്പൻ നേട്ടമാണിപ്പോൾ 2024 ജൂലൈ 15 ഇന്ത്യൻ സർക്കാരിന്റെ ഒരു പ്രഖ്യാപനത്തിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ പ്രഖ്യാപനമായിരുന്നു എല്ലാ വിമാനങ്ങളുടെ എഞ്ചിൻ ഭാഗങ്ങൾക്കും വേണ്ടി 5% ഏകീകൃത IGST നിരക്ക് എന്നത്. അതായത് ആഭ്യന്തര പരിപാലനം, അറ്റകുറ്റപ്പണി, ഓവറോൾ എന്നിവയ്ക്കുള്ള ഒരു സുപ്രധാന നാഴികക്കല്ലായിരുന്നു ഈ തീരുമാനം. ഈ MRO വ്യവസായം ഇന്ത്യ ഒരു ആഗോള വ്യോമയാന കേന്ദ്രമാക്കി മാറ്റാനാണ് ഇന്ത്യൻ ഗവൺമെന്റ് ലക്ഷ്യമിട്ടത്. 2024 ജൂലൈ 15 മുമ്പ് വരെ 5%, 12%, 18%, 28% എന്നിങ്ങനെ വ്യത്യസ്ത GST നിരക്കുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യയുടെ ഈ പ്രഖ്യാപനം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സൈനിക വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണി, ഓവറോൾ മേഖലയിൽ ആഗോള ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ അഭിലാഷങ്ങൾക്ക് അടുത്തിടെ ഈ തീരുമാനം വഴി ഗണ്യമായ ഉത്തേജനമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഡസാൾട്ട് ആവിയേഷൻ, ലോക്ഹീഡ് മാർട്ടിൻ, ബോയിങ് തുടങ്ങിയ ആഗോള എയറോസ്പേസ് ഭീമന്മാർ ഇന്ത്യക്ക് കാര്യമായ പദ്ധതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് 2030 MRO വ്യവസായത്തെ $4 ബില്യൺ ഇരട്ടിയാക്കാനുള്ള രാജ്യത്തിന്റെ അഭിലാഷത്തെയാണ് ഇതിപ്പോൾ ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് എല്ലാ എയർക്രാഫ്റ്റ് എഞ്ചിൻ ഘടകങ്ങൾക്കും ഏകീകൃതമായ 5% സംയോജിത ചരക്ക് സേവന നികുതി ഇന്ത്യ അടുത്തിടെ നടപ്പിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആഗോള എയറോസ്പേസ് ഭീമന്മാർ ഇന്ത്യയിലേക്ക് എത്താൻ വേണ്ടി താല്പര്യം കാണിച്ചിരിക്കുന്നത്. ജൂലൈ 15 മുതൽ പ്രാബല്യത്തിൽ വന്ന ഈ നയം മൂലം ഒരു വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ ദസാൾട്ട് ഏവിയേഷൻ നടത്തിയിരിക്കുന്നത്. അതായത് ഉത്തർപ്രദേശിലെ നോയിഡയിൽ പുതിയ MRO സൗകര്യം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ദസാൾട്ട് ഏവിയേഷൻ. അതായത് ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ഫ്രഞ്ച് വംശജരായ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ സൗകര്യം. ഇന്ത്യയുടെ സ്വാശ്രയ സംരംഭവുമായി യോജിച്ച് ആഭ്യന്തര എയറോസ്പേസ് വ്യവസായവുമായി സഹകരിച്ച് MRO കഴിവുകൾ ക്രമേണ വികസിപ്പിച്ചുകൊണ്ട് ഒരു തരംഗ പ്രഭാവം ഇത് സൃഷ്ടിക്കുമെന്നാണ് ഇന്ത്യ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഡസാൾട്ടിന് പുറമെ ലോക്ഹീഡ് മാർട്ടിനും രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് C-130J സൂപ്പർ ഹെർക്കുലസ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിന്റെ MRO സൗകര്യം സ്ഥാപിക്കാൻ ലോക്ഹീഡ് മാർട്ടിനും ഇന്ത്യയുടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡും ചേർന്ന് ഒരു ടീമിംഗ് കരാറും നടപ്പിലായി. അതായത് ഈ കരാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ IAF വേണ്ടി മാത്രമല്ല, ഈ വിമാനങ്ങളുടെ ആഗോള കപ്പലുകൾക്കും ഇത് സേവനം നൽകും. അതുപോലെ തന്നെ അടുത്ത കമ്പനിയായ ബോയിങ് ഇന്ത്യൻ നാവികസേനയുടെ P-8I സമുദ്ര നിരീക്ഷണ വിമാനത്തിനുള്ള പ്രാദേശിക MRO കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ AI എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡുമായി സഹകരിക്കും. INS രാജാലിയിലെ P-8I എയർക്രാഫ്റ്റ് ഈ സമീപകാലത്താണ് അതിന്റെ ലാൻഡിംഗ് ഗിയറിന്റെ ഇൻ കൺട്രി ഓവറോൾ വിജയകരമായി പൂർത്തിയാക്കിയത്. ഇത് ഇന്ത്യക്കുള്ളിലെ സങ്കീർണമായ MRO സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന സ്വദേശിവൽക്കരണത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത്. ഇതിനെല്ലാം കാരണം, അതായത് ഈ ആഗോള എയറോസ്പേസ് മേജർമാരുടെ ഇന്ത്യയിലേക്കുള്ള വരവിന് കാരണം ഇന്ത്യയിലെ ഏകീകൃത IGST നയത്തിന്റെ ഒരു പരിവർത്തനമായ സ്വാധീനമാണ്. മുൻകാല നികുതി ഘടനയുടെ സങ്കീർണതകൾ ഇല്ലാതാക്കി ഇന്ത്യ ലോകത്തിന് വ്യക്തമായ ഒരു സന്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത് ബിസിനസിനായി തുറന്നു തന്നെ ഇന്ത്യ ഒരു ആഗോള MRO ഹബ്ബായി മാറ്റാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആഗോള MRO പവർ ഹൗസ് ആകുക എന്ന ഇന്ത്യയുടെ സ്വപ്നം ഇപ്പോൾ വിദൂരമല്ല, മറിച്ച് അതിവേഗം നടക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറുകയാണ് ഇപ്പോൾ. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും സാങ്കേതിക പുരോഗതിക്കും ഗണ്യമായ സംഭാവന തന്നെ നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് നൽകുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.